കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന ഡിവിഷൻ തല പരാതി പരിഹാര അദാലത്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അഴുത കുടുംബസംഗമം ഹാളിൽ വെച്ച് നടക്കും. വന്യജീവി ആക്രമണം മൂലമുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ, NOC ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ, വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകേണ്ട വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ അദാലത്തിൽ നേരിട്ട് സ്വീകരിക്കുകയും അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ജനപ്രതിനിധികളും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരുമിക്കുന്ന അദാലത്തിൽ MP-മാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും വനസംരക്ഷണ സമിതി, പ്രൈമറി റെസ്പോൺസ് ടീം അംഗങ്ങളും പങ്കെടുക്കും. വന്യജീവി ആക്രമണങ്ങളിൽ ആശ്വാസധനത്തിന് അർഹരായവരും വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കാനുള്ളവരും ആവശ്യമായ രേഖകൾ സഹിതം കൃത്യസമയത്ത് അദാലത്തിൽ എത്തിച്ചേരണമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KV രതീഷ് അറിയിച്ചു. നമ്മുടെ മലയോര മേഖലയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള മെഷേഴ്സാണ് നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷം എടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് സോളാർ ഫെൻസിങ്, ചില സ്ഥലങ്ങളിൽ നമുക്ക് ട്രെഞ്ച്, ചില സ്ഥലങ്ങളിൽ മതിലുകൾ കെട്ടണം, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് വനം വകുപ്പ് ചെയ്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വന സംരക്ഷണ സമിതികളും പ്രൈമറി റെസ്പോൺസ് ടീം അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപുലമായ ഈ അദാലത്തിൽ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പല ഐഡിയകളും ഈ ഏകോപിപ്പിക്കുകയും കൂടിയാണ് ഈ ഒരു അദാലത്തിൻ്റെ ലക്ഷ്യം. പ്രധാനമായും വനം ഓഫീസുകളിൽ ഏതെങ്കിലും രീതിയിൽ പൊതുജനങ്ങളുടെ ഫയലുകൾ മറുപടി ലഭിക്കാതെയോ അല്ലെങ്കിൽ തീരുമാനമാകാതെ കിടക്കുന്നത് ഉടൻ തീരുമാനമാക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈറേഞ്ച് സർക്കിൾ കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന പരാതികളിൽ അവർക്ക് കൃത്യമായ റെസിപ്റ്റുകൾ കൊടുക്കും. അതിന് അന്ന് തന്നെ ഇരുന്ന ബഹുമാനപരമായ MLA MP-മാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ ആ ദിവസം തന്നെ തീർക്കാവുന്ന ഫയലുകൾ അന്ന് തന്നെ തീർപ്പാക്കും. അല്ലാത്ത മറ്റ് ഫയലുകൾ നിശ്ചിത സമയം കൊടുത്ത് തന്നെ തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ 100 ദിന കർമ്മ പദ്ധതിയിലെ ഈ വനം അദാലത്ത് കൊണ്ട് കോട്ടയം വനം ഡിവിഷനിലെ ഈ വന അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാനുള്ള മികച്ച അവസരമാണിത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.